കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഗുഡ് ഈവനിങ്. അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. അപ്പോൾ കുറ്റവാളികളാണ്, ജാമ്യമൊക്കെ കിട്ടും എന്ന് വിശ്വസിച്ച് കാണും. കാരണം പരീക്ഷയൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് എഴുതാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ ജാമ്യാപേക്ഷയും അതേ ഒരു ലാളിത്യത്തോടു കൂടെ തന്നെ കോടതി പരിഗണിക്കുമെന്ന് കരുതിയിരുന്നു കാണും. പക്ഷേ ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി എന്താണ് പറഞ്ഞത്? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതക കേസിൽ പ്രതികളായ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നിർണായകമായ ഉത്തരവ്. അതായത് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് വാദിച്ച പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത കാര്യം കേസിൽ പരിഗണിക്കരുത്. അതുമാത്രമല്ല, കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഈ കൊലപാതകം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിലെ ചാറ്റുകൾ ഇതിന് തെളിവാണെന്നും പ്രോസിക്യൂഷൻ ഇത് വാദിച്ചു. ആ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ പ്രതികളായ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 6 വിദ്യാർത്ഥികൾക്ക് വേണ്ടി 4 അഭിഭാഷകരാണ് വാദം നടത്തിയത്, കോടതിയിൽ ഹാജരായത്. അവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇപ്പോൾ അവധിക്കാലമാണ്, അതുകൊണ്ട് 6 വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിക്കണം. മാത്രമല്ല 6 പേർക്കും ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല, അത് പരിഗണിക്കണം. മറ്റ് കേസുകളിൽ ഇതുവരെയും ആരും പ്രതികളായിട്ടില്ല. ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് 6 പേർക്കും ജാമ്യം നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ 6 പേരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 38 ദിവസമായി 6 പേരും കെയർ സെന്ററിൽ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് 2 ആഴ്ച കൂടി ഇവരുടെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട് എന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് 6 വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷ പ്രത്യേകം സജ്ജമാക്കിയ സെന്ററിലായിരുന്നു നടന്നിരുന്നത്. അവർ കൃത്യമായി തന്നെ പരീക്ഷയൊക്കെ എഴുതി അവിടെ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്താണെങ്കിലും ദിവസങ്ങൾ നീണ്ട വാദത്തിനൊടുവിൽ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നിർണായകമായ ഉത്തരവ്. ക്രിസ്റ്റീന. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.